ഈ വരാൻ പോണ ആഴ്ച ഒരു ഇമ്പോർട്ടന്റ് വീക്ക് ആണ്. എന്താ വെച്ചാൽ എക്ലിപ്സ് വീക്ക് ആണ് ഇത്. ആൻഡ് എക്ലിപ്സ് ആവുമ്പോ നമ്മൾക്ക് പറയാൻ പറ്റില്ല എന്താ ഉണ്ടാവാൻ പോണേന്ന്. ചിലപ്പോ ചില ചേഞ്ചസ്, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് നോക്കാം എന്താണ് മെസ്സേജസ് പറയണേന്ന്. ഞാൻ കാർഡ്സ് എടുത്ത് നോക്കാം, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്ന് ഈ കാർഡ്സ് പറയണേ. അപ്പൊ ഞാൻ ഇവിടെ കാണുന്നത് പറഞ്ഞ മാതിരി ഒരു ഷോക്കിംഗ് ചേഞ്ച് വരുന്നുണ്ട്. ഈ ചേഞ്ച് എന്താ വെച്ചാ എന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോണു. എന്താ വെച്ചാൽ ഇതൊരു സഡൻ റെവലേഷൻ ആണ്. എന്തോ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇത് ന്യൂസ് ആയിട്ട് വരാമില്ല വെച്ചാൽ നിങ്ങൾക്ക് ആരോ എന്തോ പറയണു, എന്തോ ഒരു ഇൻഫർമേഷൻ തരണു. ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇത് ഉണ്ടാവണത്. പക്ഷെ ഇത് ഉണ്ടാവണത് നിങ്ങളുടെ നന്ദിക്ക് വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഇതിന്റെ മുമ്പേ കാര്യങ്ങൾ ബാലൻസിലായിരുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ചില ഇംബാലൻസസ് ഉണ്ടായിരുന്നു, അതിപ്പോ ബാലൻസ് ഔട്ട് ആവുന്നുണ്ട്. ചില ആൾക്കാർ ഒരു ഒരു നെഗറ്റീവ് തരത്തിലായിരുന്നു നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെ. അവര് നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ടായിരുന്നു, നിങ്ങൾക്ക് ഇത് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് കാർമിക് ജസ്റ്റിസ് ആണ്. അവര് ഒളിപ്പിച്ച കാര്യങ്ങള്, മറിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വരണു. അവരുടെ റിയൽ ഫേസ് റിവീൽ ആവുന്നുണ്ട്. ഇത് വരുമ്പോ നിങ്ങൾക്ക് കുറച്ചൊരു ഷോക്ക് ആവും. എന്താ വെച്ചാൽ ഇവരുടെ ട്രൂ ഫേസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അവരുടെ ട്രൂ പേഴ്സണാലിറ്റി, അവരുടെ ട്രൂ ഇന്റൻഷൻ ഒക്കെ പുറത്തു വരും. ഇത് കുറെ ഒരു ടോക്സിക് എനർജിയാണ്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നല്ലതായിരുന്നില്ല. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഓൾറെഡി ഇത് അറിയാം, ഒരു അൺഹെൽതി റിലേഷൻഷിപ്പിൽ ഒരു അൺഹെൽതി സിറ്റുവേഷൻ ആയിരുന്നു എന്ന്. അതിന്റെ ഒരു റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നുണ്ട്. എന്തോ പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇത് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ. അക്സെപ്റ്റ് ചെയ്യാന്ന് മാത്രമല്ല, ഇതിലിപ്പോ മുമ്പോട്ട് പോയി എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് അതിനും കുറച്ചൊരു സമയം എടുക്കും. എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് ആണ് കേൾക്കണത്. പക്ഷേ ഇത് നിങ്ങൾ ശരിക്കും ഒരു കെയർഫുൾ ആയിട്ട് ആലോചിച്ചിട്ടാണ് ഇപ്പൊ ആക്ഷൻ എടുക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡെക്കിന്റെ അടിയിൽ ഞാൻ കാണുന്നത് ഒരു കംപ്ലീഷൻ ആണ്. ഓക്കെ, എന്തോ എൻഡ് ആവണു നിങ്ങളുടെ ലൈഫിൽ, ആൻഡ് ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ യെസ്, ഞാൻ കാണുന്നത് എന്തോ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ചാപ്റ്റർ ക്ലോസ് ഔട്ട് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കമന്റ്സിൽ യെസ് എഴുതുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.